Dear children, today we are going to start our new chapter. The name of the chapter is Operating System. This is our last chapter. Let's start. The figure shows the main part of the first computer called the analytical engine, which Charles Babbage, who is regarded as the father of computer, tried to build. It was meant to be operated using steam. How different it is from the computers we use today. In spite of being very different from today's computers, why it is called the first computer? It is because those basic concepts related to a modern computer were envisaged for this machine too. It even had a program. The famous mathematician Ada Baron had agreed to prepare it, but Babbage was not able to build a practical version of this. ഫാദർ ഓഫ് കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്ന ചാൾസ് ബാബേജ് നിർമ്മിക്കാൻ ശ്രമിച്ച ആദ്യ കമ്പ്യൂട്ടറായ അനലിറ്റിക്കൽ എഞ്ചിൻ്റെ ഭാഗമാണ് ഇവിടെ കാണുന്നത്. നമ്മളുടെ ഇന്നത്തെ കമ്പ്യൂട്ടറുമായിട്ട് ഇതിന് യാതൊരു സാദൃശ്യവും ഉണ്ടായിരുന്നില്ല. കമ്പ്യൂട്ടറിൻ്റെ അടിസ്ഥാന ആശയങ്ങൾ എല്ലാം തന്നെ ഈ മെഷീനും ഉണ്ടായിരുന്നു. ഈ മെഷീൻ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഈ പ്രോഗ്രാം തയ്യാറാക്കാമെന്ന് ഏറ്റിരുന്നത് പ്രശസ്ത മാത്തമാറ്റീഷ്യനായ എയ്ഡ ബെയർനായിരുന്നു. എങ്കിലും ഇതിൻ്റെ ഒരു പ്രാക്ടിക്കൽ വേർഷൻ നിർമ്മിക്കാനായിട്ട് ചാൾസ് ബാബേജിന് കഴിഞ്ഞില്ല. A computer ENIAC with these ideas were built only 120 years later. The science of computers developed further. Computers came to be built for many purposes. Later on it became possible that the same computer could be made use of to do whatever is required. For what all purposes do we use computers today? There are a number of softwares for doing all such things. Such software used for specific purposes are called application software. നമ്മൾ പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് കമ്പ്യൂട്ടർ ഉപയോഗിക്കാറുണ്ട്. ഓരോ ആവശ്യങ്ങൾക്കും വേണ്ടി ഉപയോഗിക്കുന്നത് വ്യത്യസ്തമായ സോഫ്റ്റ്വെയറുകളാണ്. ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വ്യത്യസ്തമായ സോഫ്റ്റ്വെയർസിനെയാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. അതായത് ഇമേജ് എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ അല്ല നമ്മൾ സൗണ്ട് കേൾക്കാൻ അല്ലെങ്കിൽ മ്യൂസിക് കേൾക്കാൻ ഉപയോഗിക്കുന്നത്. വീഡിയോ ഫയൽ കാണാൻ വേണ്ടി ഉപയോഗിക്കുന്നത് മറ്റൊരു സോഫ്റ്റ്വെയർ ആണ്. ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് മറ്റൊരു സോഫ്റ്റ്വെയർ ആണ്. അങ്ങനെ ഓരോ പ്രത്യേക ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർസാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. കംപ്ലീറ്റ് ദ ടേബിൾ ഷോവിങ് ഡിഫറെൻറ്റ് ആക്ടിവിറ്റീസ് ദാറ്റ് ക്യാൻ ബി ഡൺ യൂസിങ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ദ റിലേറ്റഡ് ആപ്ലിക്കേഷൻസ്. ഈ ആക്ടിവിറ്റികളെല്ലാം കമ്പ്യൂട്ടറിൽ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. ഓരോ ആക്ടിവിറ്റീസ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് പല സോഫ്റ്റ്വെയർസും ഉപയോഗിക്കാം. ടെക്സ്റ്റ് പ്രോസസ്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്ന സോഫ്റ്റ്വെയർസാണ് അബിവേർഡ്, ലിബർ ഓഫീസ് റൈറ്റർ. ഇമേജ് എഡിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്ന സോഫ്റ്റ്വെയർസാണ് ജിംബ്, ലിബർ ഓഫീസ് ഡ്രോ തുടങ്ങിയവ. സൗണ്ട് എഡിറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കാവുന്ന സോഫ്റ്റ്വെയറാണ് കഴിഞ്ഞ വർഷം പഠിച്ച ഒഡാസിറ്റി. അനിമേഷൻ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്ന സോഫ്റ്റ്വെയറാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിലല്ലേ അനിമേഷൻ പഠിച്ചത്. ഏത് സോഫ്റ്റ്വെയർ ആയിരുന്നു? സിൻഫിക് സ്റ്റുഡിയോ എന്നുള്ള സോഫ്റ്റ്വെയർ അല്ലേ. അതുപോലെ തന്നെ 2P 2D മാജിക് തുടങ്ങിയ സോഫ്റ്റ്വെയർസ് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഡാറ്റാബേസ് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി നമ്മൾ പഠിച്ചത് ഏതായിരുന്നു? 8th ചാപ്റ്ററിൽ ലിബർ ഓഫീസ് ബേസ് എന്നുള്ള സോഫ്റ്റ്വെയർ നമ്മൾ പഠിച്ചു. നമ്മളിവിടെ ലിസ്റ്റ് ചെയ്തതെല്ലാം തന്നെ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസിൻ്റെ എക്സാമ്പിൾസാണ്. ഒരു കമ്പ്യൂട്ടറിൽ തന്നെ ധാരാളം ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറുകൾ ഉണ്ടാകും. ഈ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറുകൾ നമുക്ക് ആവശ്യ സമയത്ത് കൃത്യമായിട്ട് എടുത്ത് വളരെ എളുപ്പത്തിൽ ഉപയോഗിക്കാനായിട്ട് സാധിക്കണം. അതുപോലെ നമ്മൾ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫയൽസ് കൃത്യമായിട്ട് സ്റ്റോർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ആവശ്യമുള്ള സമയത്ത് നമുക്ക് തിരികെ ലഭിക്കുകയുള്ളൂ. അപ്പോൾ കൃത്യമായിട്ട് സേവ് ചെയ്യാനായിട്ടൊരു ഫയൽ സിസ്റ്റം ആവശ്യമുണ്ട്. നമ്മൾ കീബോർഡ് ഉപയോഗിച്ച് കൊടുക്കുന്ന ടെക്സ്റ്റ് രൂപത്തിലുള്ള ഡാറ്റ ഒരു ടെക്സ്റ്റ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയർസിൻ്റെ സഹായത്തോടെ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ നമുക്ക് തയ്യാറാക്കണം. അല്ലെങ്കിൽ ഒരു പ്രിൻ്റ് നമ്മൾ ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങൾ പ്രിൻ്റ് എടുക്കണം. പ്രിൻ്ററും ഈ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറും തമ്മിലൊരു കണക്ഷൻ ഉണ്ടാവും. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒരുമിച്ച് ചേർക്കുന്നത് അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തിൽ ഇതെല്ലാം സാധ്യമാകുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ സഹായത്തോടെയാണ്. എല്ലാ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറുകളും കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ സഹായത്തോടെയാണ്. നമ്മൾ ഫയൽസ് സേവ് ചെയ്ത് വെക്കുക, സേവ് ചെയ്ത ഫയൽ തിരിച്ചെടുക്കുക, ഇതെല്ലാം ചെയ്യുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. അതുപോലെ പെരിഫറൽ ഡിവൈസസ്, നമ്മൾ കമ്പ്യൂട്ടറിനോട് ചേർത്ത് ഉപയോഗിക്കാവുന്ന മറ്റ് ഡിവൈസസ്, കീബോർഡ്, പ്രിൻ്റർ, സ്കാനർ തുടങ്ങിയ ഡിവൈസുകളെല്ലാം കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നത്, സോഫ്റ്റ്വെയറുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ സഹായത്തോടെയാണ്. നമ്മൾ സ്കൂളിൽ ഉപയോഗിക്കുന്നത് GNU ലിനക്സ് എന്നുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. നിങ്ങളുടെ വീടുകളിലും മറ്റ് ഷോപ്പുകളിലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും വേറെ ഏതെങ്കിലും ഓപ്പറേറ്റിംഗ് സിസ്റ്റംസൊക്കെ ഉപയോഗിക്കുന്നത്. ധാരാളം ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ഉണ്ട്. ഒരു കമ്പ്യൂട്ടറിൽ തന്നെ നമുക്ക് ഒന്നിലധികം ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ഉപയോഗിക്കാനായിട്ട് സാധിക്കും.
Unix is an operating system that was built by Dennis Ritchie and Ken Thompson of Bell Laboratories in United States of America. അമേരിക്കയിലെ ബെൽ ലബോറട്ടറീസ് എന്ന കമ്പനിയിലെ ഡെന്നിസ് റിച്ചി, കെൻ തോംസൺ തുടങ്ങിയവർ തയ്യാറാക്കിയ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് യുണിക്സ്. The work related to the production of it was started in 1969. They later transferred the ownership to many other companies. ഇന്നുള്ള പല ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് യുണിക്സിനെ മാതൃകയാക്കിക്കൊണ്ടാണ്, അല്ലെങ്കിൽ യുണിക്സിൽ നിന്ന് തന്നെയാണ് മറ്റുള്ള പല ഓപ്പറേറ്റിംഗ് സിസ്റ്റംസും ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. കംപ്ലീറ്റ് ദി ടേബിൾ ഓഫ് ഡിഫറെൻറ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് വിക്കിപീഡിയ സൈറ്റ് സെർച്ച് ചെയ്ത് ഈ ടേബിൾ കംപ്ലീറ്റ് ചെയ്യുക. ഓപ്പറേറ്റിംഗ് സിസ്റ്റം കൊണ്ടുള്ള ആവശ്യങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. കോർഡിനേഷൻ ഓഫ് ഡിഫറെൻറ്റ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. When there are several applications, they have to be properly coordinated. The mechanism of operating system for this purpose is what we call menu. ഒരു കമ്പ്യൂട്ടറിലുള്ള ആപ്ലിക്കേഷൻസ് കൃത്യമായിട്ട് കോർഡിനേറ്റ് ചെയ്യേണ്ടതുണ്ട്. കൃത്യമായിട്ട് കോർഡിനേറ്റ് ചെയ്താലേ നമുക്കത് കൃത്യമായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. The mechanism of the operating system for this purpose is what we call menu. ഇങ്ങനെ കോർഡിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒരുക്കി തരുന്ന ഒരു ഫെസിലിറ്റിയാണ് മെനു. എക്സാമിൻ ദി മെയിൻ മെനു ഓഫ് യുവർ കമ്പ്യൂട്ടേഴ്സ് ഡെസ്ക്ടോപ്പ്. ഈ മെനുവിൽ നിന്ന് ഏതെങ്കിലും ഒരു ഐറ്റം ഡെസ്ക്ടോപ്പിലേക്ക് ഡ്രാഗ് ചെയ്തിടുക. ഡെസ്ക്ടോപ്പിൽ ആ സോഫ്റ്റ്വെയറിനെ സൂചിപ്പിക്കുന്ന ഒരു ഐക്കൺ വന്നിട്ടുണ്ടാകും. ആ ഐക്കണിൽ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ പ്രോപ്പർട്ടീസ് എടുക്കാനായിട്ട് സാധിക്കും. മെനു ഉപയോഗിക്കാതെ നമുക്ക് ആപ്ലിക്കേഷൻസ് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും. റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് പ്രോപ്പർട്ടീസ് ഓപ്പൺ ചെയ്യുക. പ്രോപ്പർട്ടീസിൽ കമാൻഡ് എന്നുള്ള ഭാഗം കോപ്പി ചെയ്യുക. ടെർമിനലിൽ ഈ കമാൻഡ് ഉപയോഗിച്ച് സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് ഈസ് കോർഡിനേഷൻ ഓഫ് ഹാർഡ്വെയർ പാർട്സ്. ഹാർഡ്വെയർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്കറിയാം. കമ്പ്യൂട്ടറിലെ ഹാർഡ്വെയർസ് എല്ലാം ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കണമെങ്കിൽ അതെങ്ങനെ പ്രവർത്തിക്കണമെന്ന് നിർദ്ദേശിക്കുന്ന ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ഉണ്ടാവണം. അങ്ങനെയുള്ള സോഫ്റ്റ്വെയറിനെ ആ ഹാർഡ്വെയറിൻ്റെ ഡ്രൈവർ എന്നാണ് വിളിക്കുന്നത്. If any hardware part of a computer has to work, it also requires a program or software that specify how it should work. This program is called the driver of that equipment. നമ്മളൊരു ഹാർഡ്വെയർ വാങ്ങുമ്പോൾ ആ ഡിവൈസ് നിർമ്മിച്ച കമ്പനി അതിൻ്റെ ഡ്രൈവർ കൂടി തന്നിട്ടുണ്ടാവും. ഇത് കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്ത് നമുക്ക് ആ ഡിവൈസ് പ്രവർത്തിപ്പിക്കാനായിട്ട് സാധിക്കും. ഇങ്ങനെ ഇൻസ്റ്റാൾ ചെയ്ത ശേഷം പിന്നീട് ആ ഡിവൈസിനെ കൺട്രോൾ ചെയ്യുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയിരിക്കും. നെക്സ്റ്റ് ഈ സിസ്റ്റം ഫോർ സ്റ്റോറിംഗ് ഫയൽസ്. When we save a file in the computer, the following information is also saved: name of the file, location where it is saved, format of the file, size of the file. It is the operating system that sorts and saves the file. How does the operating system do that? Files are normally saved in the hard disk of the computer. An operating system requires an address system to save file in the computer. സാധാരണ ഫയലുകൾ സേവ് ചെയ്യുന്നത് കമ്പ്യൂട്ടറിലെ ഹാർഡ് ഡിസ്കിലാണ്. ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് ഹാർഡ് ഡിസ്കിൽ ഫയലുകൾ ഇങ്ങനെ സൂക്ഷിച്ചു വെക്കണമെങ്കിൽ അതിലൊരു അഡ്രസ് സിസ്റ്റം ആവശ്യമാണ്. In order to know where the files are stored, the disk has to be divided into blocks, and these blocks also have to be given addresses. This process is called formatting. Creating blocks like this and giving them addresses is done by each operating system in its own manner. സാധാരണ ഫയലുകൾ സേവ് ചെയ്യുന്നത് കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ് ഡിസ്കിലാണ്. ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് ഹാർഡ് ഡിസ്കിൽ ഫയലുകൾ സൂക്ഷിക്കണമെങ്കിൽ അതിലൊരു അഡ്രസ് സിസ്റ്റം ആവശ്യമാണ്. ഫയലുകൾ എവിടെയെല്ലാമായി സൂക്ഷിച്ചിരിക്കുന്നു എന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ട് ഹാർഡ് ഡിസ്കിനെ പല ബ്ലോക്കുകളായിട്ട് തിരിക്കാറുണ്ട്. ഈ ബ്ലോക്കുകൾക്കെല്ലാം അഡ്രസ്സ് കൊടുക്കുകയും വേണം. ഇങ്ങനെ ചെയ്യുന്ന ഈ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഫോർമാറ്റിംഗ്. ഹാർഡ് ഡിസ്കിനെ ബ്ലോക്കുകളാക്കുകയും അഡ്രസ്സ് കൊടുക്കുകയൊക്കെ ചെയ്യുന്നത് ഓരോ ഓപ്പറേറ്റിംഗ് സിസ്റ്റവും അതിന് യോജിക്കുന്ന രീതിയിലാണ്. The manner in which each operating system format the hard disk is known as its file system. ഓരോ ഓപ്പറേറ്റിംഗ് സിസ്റ്റവും അതിന് യോജിക്കുന്ന രീതിയിൽ ഹാർഡ് ഡിസ്കിനെ ഫോർമാറ്റ് ചെയ്യുന്നതിനെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഫയൽ സിസ്റ്റം എന്നാണ് വിളിക്കുന്നത്. Some important file systems are shown in the table. Operating system GNU Linux. File system used ext3, ext4. Operating system Microsoft Windows. File system used FAT32, NTFS. Operating system Apple Mac OS X. File system used HPFS, HPFS Plus. ഈ ടേബിൾ പഠിക്കണം. ഓപ്പറേറ്റിംഗ് സിസ്റ്റം കൊണ്ടുള്ള പ്രയോജനങ്ങളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത്. എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.